ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചെറിയ റെസിപ്പിയായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ദയവ് ചെയ്ത് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്നെങ്കിൽ ഇതിൻ്റെ റെസിപ്പി എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഒരു പൊട്ടാറ്റോ ഫ്രൈ ആണ്. അത് പൊട്ടാറ്റോ ചിപ്സാണ് ചെയ്യാൻ പോണത്. ചെയ്യുന്ന ആൾ ഞാനല്ല കേട്ടോ, ഞാൻ വീഡിയോ ആണ് ഇപ്പോൾ പിടിക്കണത്. ചെയ്യുന്ന അതിൻ്റെ മകനാണ്. അവൻ അന്നേക്കും ഒരു എഗ്ഗ് റെസിപ്പിയെല്ലാം ചെയ്തു തരുന്നു. അതേമാതിരി ഇന്നൊക്കെ അവൻ ഒരു പൊട്ടാറ്റോ റെസിപ്പിയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ പൊട്ടാറ്റോ നല്ല തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കനം കുറഞ്ഞ് അങ്ങനെ സ്ലൈസാക്കിയിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവനെ കേട്ടോ അതൊക്കെ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ പിടിക്കണം, സംസാരിക്കണം. അവൻ്റെ പ്രത്യേക നിർദ്ദേശമാണ്. അവൻ സംസാരിക്കില്ല, ഞാനാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതാണ് കട്ട് ചെയ്ത് നൈസായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവനൊരു കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഇടുകയാണ് ഇതെല്ലാതും. എന്താ ചെയ്യാൻ നോക്കാം. നിങ്ങൾ കഴുകിയെടുക്കാനാണോ? കഴുകിയെടുത്തിട്ട് എന്ത് ചെയ്യണം? ഈ പാത്രം വേണ്ടേ? വെള്ളം കളയണോ? ഇപ്പോൾ കുറച്ച് വെള്ളം കഴുകിയിട്ട് ശേഷം വേറെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഐസ് ഇടുകയാണ്, ഐസ് ക്യൂബുകൾ ഇടുകയാണ്. ഐസ് ക്യൂബ് ഇട്ടിട്ട് എന്ത് ചെയ്യും? ഐസ് ക്യൂബ് വെള്ളമാണോ? ശരി. ഐസൊക്കെ വെള്ളമായതിന് ശേഷം ഈ സ്ലൈസ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇടും കേട്ടോ. അപ്പോൾ ആ സ്ലൈസ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങൊക്കെ അതിലേക്ക് ഐസിൻ്റെ വെള്ളത്തിലേക്ക് ഇടുകയാണ് കേട്ടോ, തണുത്ത വെള്ളത്തിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചപ്പോൾ ഫസ്റ്റ് എന്തിനാ ഒരു വെള്ളത്തിൽ കഴുകി പിന്നെ എന്തിനാ ഈ തണുത്ത വെള്ളത്തിൽ കഴുകണമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ആ പൊട്ടാറ്റോയിലുള്ളൊരു സ്റ്റാർച്ച് മാതിരി ഇതുണ്ട് അത്ര, അത് പോകാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അതിലിട്ട് ഈ ഐസ് വെള്ളത്തിലിട്ട് കഴുകിയാൽ അത് പോകുമെന്നാണ് പറയുന്നത്. അതാ കഴുകിക്കൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് കഴുകി എല്ലാം വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എന്താ വെച്ചാൽ ഒരു ന്യൂസ് പേപ്പർ ഇതേപോലെ നിവർത്തി വെച്ച് അതിൽ വെച്ചിട്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ എടുക്കാൻ വേണ്ടി ഇതിലിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ന്യൂസ് പേപ്പർ ഈ വെള്ളത്തിനെ വലിച്ചെടുക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുകയാണ്. ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിലും അതിലും വെക്കാം കേട്ടോ നിങ്ങൾക്ക്. ഇപ്പോൾ നമ്മളെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ന്യൂസ് പേപ്പറിലാണ് വെക്കുന്നത്. ഒന്നൊന്നായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുള്ളായിട്ട് ഇതേപോലെ വെക്കണം. ഇപ്പോൾ കണ്ടില്ല, എല്ലാം ഇതേപോലെ ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ കുറച്ച് അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വെള്ളമൊക്കെ വലിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ ഒരു പേപ്പർ വെച്ചിട്ട് അവൻ എന്തോ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മേലെ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് അമർത്തി എടുക്കും. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഫുള്ളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചെയ്യണത്. കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ എന്തിട്ടുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എല്ലാം അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിൻ്റെ അംശം കളയണമാതിരി പേപ്പറിൽ ഉപ്പ് എടുത്തിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊന്നും ഉണങ്ങില്ല, ഒരളവിന് വെള്ളത്തിൻ്റെ അംശം പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാം. ഞങ്ങളിപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് ഓയിൽ ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ, വേണ്ട അളവിനുള്ള ഓയിൽ. അപ്പോൾ ഇത്ര ഓയിൽ ഒഴിക്കേണ്ട വെച്ചിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അതിൽ ഉള്ളൊന്നും എടുക്കില്ല കേട്ടോ. നമ്മൾക്ക് കുറച്ചെന്നെ ഉപയോഗം വരുള്ളൂ. ബാക്കി ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് എണ്ണയിലേക്ക് ഇടാൻ പോവുകയാണ്. പൊട്ടാറ്റോ ഇടുക. അല്ലേ, കുറച്ചിട്ടായി.
നന്നായിട്ട് കുറച്ച് സ്ലോയിൽ വെച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഇത് കണ്ടില്ലേ, ഇത് അതേമാതിരി ആവണം തന്നെ. അത്രയും നേരം നമ്മൾ സ്ലോയിൽ വെച്ചിട്ട് നല്ല മൊരിച്ചെടുക്കണം. അപ്പോൾ എടുക്കുക കേട്ടോ എല്ലാതും. അങ്ങനെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് അരിക്കി ഇടുകയാണ്. നമ്മളെ കയ്യിൽ നമ്മളെ ഇതുണ്ടെങ്കിൽ എന്ത് പേപ്പറാടാ? അയ്യേ, എല്ലാതും എടുക്കണം. അതേപോലെ ആവട്ടെ. കണ്ടില്ലേ, നന്നായിട്ട് നല്ല ക്രിസ്പായിട്ടുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിക്കാൻ. ചൂടാണ് ഇപ്പോൾ. അപ്പോൾ അടുത്തതായി ഇടാൻ പോകണമേ. അടുത്ത കുറച്ചിട്ടാൽ മതി. മതി ഒരു സ്ലോയിൽ ഒരു 5 നിമിഷം കടന്ന് നന്നായിട്ട് വേവണം കേട്ടോ. അപ്പോഴാണ് അത് നല്ലൊരു മൊരിഞ്ഞത് ഇതേമാതിരി ആയി കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ കാണിച്ചാൽ അങ്ങോട്ട് കേട്ടോ. നിങ്ങൾക്ക് തന്നെ അറിയണം, നല്ല പൊടിയുണ്ടല്ലേ, ഇത് അതേമാതിരി ആവും കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. ഇത് കാണിച്ചാലാ എന്താ പൊടിയുണ്ടല്ലേ, ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടും. ഈ ഓയിലോ എണ്ണയൊക്കെ ഒന്ന് പോകാനായിട്ടാണ് ഇന്നിങ്ങനെ പരത്തിയിരുന്നത്. നല്ല ക്രിസ്പായിട്ടുണ്ട്. കടിച്ച് തിന്നുമ്പോഴേ നമുക്കറിയാൻ പറ്റുമോ. ഇനി എന്താ ചെയ്യേണ്ട അടുത്ത്? അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ അധികം നമ്മളാ ഒഴിച്ച എണ്ണ അങ്ങനെ തന്നെ അത്ര തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അധികം എണ്ണയൊന്നും കുടിക്കില്ല. പക്ഷേ ഇത്രയും എണ്ണ വേണം, അത് മുങ്ങി നിൽക്കണ അളവിലേക്ക് എണ്ണ വേണം കേട്ടോ. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് എന്താ ചേർക്കണം കേട്ടോ? എന്താ ചേർക്കണേ? ഉപ്പാണ്. കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ചേർത്തിട്ട് എന്ത് ചെയ്യണം? അതേപോലെ മൂടി വെച്ചിട്ട് കുലുക്കുക. നന്നായിട്ട് കുലുക്കാൻ പോവുകയാണ്. കുലുക്കുമ്പോഴേ നിങ്ങൾക്ക് അതിന് സൗണ്ട് കേൾക്കില്ല. എത്ര ക്രിസ്മസ് ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. കുലുക്കിയ ശേഷം എന്താ അவ்வளோதான். ഇത്രയും എടുക്കും. പണി കഴിഞ്ഞു കേട്ടോ. എന്താ കാണിച്ചില്ല. സൂപ്പറായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. വെച്ച് നോക്കാം. സൂപ്പറല്ലേ? സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ പൊട്ടാറ്റോ ചിപ്സൊക്കെ നമ്മൾ പുറത്ത് വാങ്ങി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതേപോലെ നമ്മളെ ഉണ്ടാക്കി ഇവിടെ കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എൻ്റെ മകൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. ഓക്കെ, ബൈ, താങ്ക് യു.